ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നമ്മൾ എന്നും ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. കുടുംബങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ന് സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെല്ലാം നടക്കുന്നത്. കുടുംബം തകർക്കുക എന്നതാണ് അവൻ്റെ ലക്ഷ്യം. കുടുംബത്തിലേക്ക് അന്തഛിദ്രങ്ങളും അസന്മാർഗികതകളും യഥേഷ്ടം നൽകുക എന്നതാണ് അവൻ ലക്ഷ്യമാക്കുന്നത്. ഇതിൽ നിന്ന് നമ്മെയും കുടുംബത്തെയും രക്ഷിക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ: പ്രാർത്ഥന. ബന്ധന പ്രാർത്ഥന നമ്മൾ ചൊല്ലണം. ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയാലാണ് നാം ഈ പ്രാർത്ഥന ചൊല്ലുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഫലവത്താണ്. അതുകൊണ്ട് ഞാനിന്ന് ഈ പറയുന്ന പ്രാർത്ഥന ചൊല്ലി സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയാലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും എല്ലാ ദുഷ്ടപിശാചുകളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും അവിടുത്തെ പാദത്തിങ്കൽ വയ്ക്കുകയും ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ നീതി അനുസരിച്ച് അവയോട് പെരുമാറുക. ഞങ്ങളെ ഏവരെയും യേശുവിൻ്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാൽ നിറയ്ക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ദിവസവും ഒരു 3 തവണയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കണം. ഇതോടൊപ്പം ഞാൻ നിങ്ങളോടൊരു കൊച്ചു സംഭവം പറയാം. പിശാചിൻ്റെ കൺകെട്ട് വിദ്യയെ പ്രാർത്ഥനയാൽ തകർത്ത വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് കേട്ടോ. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ജീവിതത്തെക്കുറിച്ച് മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ രചിച്ച ഡയലോഗ്സ് എന്ന ജീവചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായൊരു സംഭവമാണിത്. സാത്താൻ തൻ്റെ വഞ്ചനാപരമായ മായ കാഴ്ചകൾ കൊണ്ട് ദൈവഭക്തരെ എങ്ങനെയൊക്കെ ഭയപ്പെടുത്താൻ നോക്കുമെന്നും അതിനെയെല്ലാം വിശുദ്ധൻ പ്രാർത്ഥനയുടെ ശക്തിയാൽ എങ്ങനെ മറികടന്നുവെന്നും ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട്. ഇറ്റലിയിലെ മോണ്ടെ കാസിനോയിൽ വിശുദ്ധ ബെനഡിക്റ്റും അദ്ദേഹത്തിൻ്റെ സന്യാസിമാരും ചേർന്ന് ആശ്രമം പണിയുന്ന സമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ നോക്കിയ പിശാചിനെ കുരിശടയാളം വരച്ച് വിശുദ്ധൻ ഓടിച്ചതിന് ശേഷം ആ വലിയ കല്ല് കിടന്നിരുന്ന സ്ഥലം സന്യാസിമാർ കുഴിച്ചു നോക്കി. അവിടെ പണ്ട് വിജാതിയർ ആരാധിച്ചിരുന്ന ഒരു വെങ്കല വിഗ്രഹം അവർക്ക് ലഭിച്ചു. സന്യാസിമാർ ആ വിഗ്രഹം തൽക്കാലം ആശ്രമത്തിലെ അടുക്കളയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു. താൻ ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹം അടുക്കളയിൽ വെച്ചത് സാത്താനെ വല്ലാതെ കോപിപ്പിച്ചു. അവൻ സന്യാസിമാരെ ഭയപ്പെടുത്താനും അവരുടെ പണി മുടക്കാനുമായി ഒരു തന്ത്രം പ്രയോഗിച്ചു. പെട്ടെന്ന് ആശ്രമത്തിലെ അടുക്കളയ്ക്ക് ഭയങ്കരമായി തീപിടിക്കുന്നതായി സന്യാസിമാർക്ക് തോന്നിപ്പിച്ചു. അടുക്കള കെട്ടിടം മുഴുവൻ വലിയ തീജ്വാലകളിൽ അമരുന്നതായും ചുവരുകൾ കത്തിച്ചാമ്പലാകുന്നതായും അവർ കണ്ണാലെ കണ്ടു. ഭയന്നു വിറച്ച സന്യാസിമാർ നിലവിളിച്ചുകൊണ്ട് അടുക്കളയിലെ പാത്രങ്ങളും വെള്ളവുമെടുത്ത് തീ കെടുത്താനായി ഓടി നടന്നു. അവർ പരമാവധി ശ്രമിച്ചിട്ടും തീ അടങ്ങുന്നതായി അവർക്ക് തോന്നിയില്ല. ആശ്രമം മുഴുവൻ കത്തി അമരുമെന്ന് അവർ ഭയന്നു. സന്യാസിമാരുടെ ബഹളം കേട്ട് വിശുദ്ധ ബെനഡിക്റ്റ് അവിടേക്ക് ഓടിയെത്തി. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, സന്യാസിമാർ കാണുന്നത് പോലെയുള്ള യാതൊരു തീപിടുത്തവും അവിടെ നടക്കുന്നുണ്ടായിരുന്നില്ല. അവിടെയുള്ള ഒരു ചുവരിനു പോലും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലായിരുന്നു. അത് സന്യാസിമാരുടെ കണ്ണുകളെ ഭ്രമിപ്പിക്കാനും അവരെ പരിഭ്രാന്തരാക്കാനുമായി പിശാച് കാണിച്ച ഒരു വെറും മായക്കാഴ്ച മാത്രമാണെന്ന് ആത്മീയ ജ്ഞാനിയായ വിശുദ്ധന് പെട്ടെന്ന് മനസ്സിലായി. വിശുദ്ധ ബെനഡിക്റ്റ് ഒട്ടും സമയം കളയാതെ സന്യാസിമാരുടെ മധ്യേ മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സന്യാസിമാരുടെ കണ്ണുകളെ ബാധിച്ചിരിക്കുന്ന പിശാചിൻ്റെ ആ കൺകെട്ട് വിദ്യ നീങ്ങാനും അവരുടെ ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെടാനും അദ്ദേഹം കണ്ണീരോടെ യാചിച്ചു. വിശുദ്ധൻ പ്രാർത്ഥന പൂർത്തിയാക്കി കുരിശടയാളം വരച്ചതോടെ വലിയൊരത്ഭുതം നടന്നു. സന്യാസിമാരുടെ കണ്ണുകളെ മൂടിയിരുന്ന സാത്താൻ്റെ മായക്കാഴ്ച പെട്ടെന്ന് നീങ്ങിപ്പോയി. വിശുദ്ധൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ തൻ്റെ മായക്കാഴ്ച തകർന്നടിഞ്ഞപ്പോൾ പിശാച് പരാജയപ്പെട്ട് പിന്മാറി.
സന്യാസിമാർക്ക് അതുവരെ തങ്ങൾ കണ്ട തീജ്വാലകളൊന്നും അവിടെ ഇല്ലെന്നും ഒരിടത്തും തീ പിടിച്ചിട്ടില്ലെന്നും അവർക്ക് ബോധ്യമായി. തങ്ങൾ വെറും ശൂന്യമായ തറയിലാണ് വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നതെന്ന് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. വിശുദ്ധ ബെനഡിക്റ്റിന്റെ മെഡൽ തിന്മകളിൽ നിന്നും സാത്താന്റെ വഞ്ചനകളിൽ നിന്നും സംരക്ഷണം തേടുന്ന ക്രൈസ്തവർ ഏറെ ഭക്തിയോടെ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സാക്രമെന്റലാണ്. ഇന്ന് വിശുദ്ധ ബെനഡിക്റ്റിന്റെ മെഡൽ വിശുദ്ധ ബെനഡിക്റ്റിന്റെ ആത്മീയ പാരമ്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്ന കുരിശിന്റെ ചിഹ്നവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ലത്തീൻ പ്രാർത്ഥനകളുടെ ആദ്യാക്ഷരങ്ങളുമാണ് ഈ മെഡലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ ബെനഡിക്റ്റിന്റെ മെഡലിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾക്കറിയായിരിക്കും. അതും നല്ല പ്രാർത്ഥനയാണ്. സാത്താനെ, ദൂരോട്ട് പോവുക, നിന്റെ വഞ്ചനകളാൽ എന്നെ പ്രലോഭിപ്പിക്കരുത്. നീ വെച്ചു നീട്ടുന്നത് തിന്മയാണ്, ആ വിഷം നീ തന്നെ കുടിക്കുക. വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ധരിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യുന്ന വിശുദ്ധ ബെനഡിക്റ്റിന്റെ മെഡൽ സഭ അനുഗ്രഹിച്ച ഒരു സാക്രമെന്റൽ എന്ന നിലയിൽ ദൈവകൃപയിലേക്കും ആത്മീയ സംരക്ഷണത്തിലേക്കും നമ്മെ നയിക്കുന്ന ശക്തമായ ഒരു ആത്മീയ സഹായമാണെന്ന് ഓർത്തിരിക്കുക. പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് സാത്താനെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ പ്രാർത്ഥനയും പറ്റുന്നവരൊക്കെ വിശുദ്ധ ബെനഡിക്റ്റിന്റെ മെഡൽ വാങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങളത് വാങ്ങി വീടുകളിലോ നിങ്ങളുടെ കയ്യിലോ ഒക്കെ നിങ്ങളത് സൂക്ഷിക്കുക. നമുക്ക് തിന്മയുടെ എല്ലാ അന്ധകാര സ്വാധീനങ്ങളിൽ നിന്നും നമ്മെ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് ഇതൊക്കെ നമുക്ക് സഹായകരമാണ്. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.